ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 മാർച്ച് മാസം 30-ാം തീയതി, മീനമാസം 17-ാം തീയതി, ഞായറാഴ്ച. സമയം രാവിലെ 6 മണി. സംസ്ഥാനത്ത് കുതിച്ചുയരുന്ന സ്വർണ്ണവില പുതിയ റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായി ഇന്നലെയും ഉയർന്ന സ്വർണം പവന് 160 രൂപയും ഗ്രാമിന് 20 രൂപയും വർദ്ധിച്ചു. ശനിയാഴ്ച വിപണി വാരാന്ത്യം ക്ലോസ് ചെയ്യുമ്പോൾ സർവകാല റെക്കോർഡോടെ ഒരു പവൻ സ്വർണത്തിന് 66,880 രൂപയിലാണ് എത്തി നിൽക്കുന്നത്. വിവാഹ സീസണും വിഷു, ഈസ്റ്റർ തുടങ്ങി ഉത്സവ സീസണും വരാനിരിക്കെ സ്വർണ്ണവിലയുടെ കുതിച്ചുചാട്ടം ഉപഭോക്താക്കൾക്കിടയിൽ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് 1,400 രൂപയോളമാണ് വർദ്ധിച്ചത്. അന്താരാഷ്ട്ര മാർക്കറ്റിലും കുതിച്ചുചാട്ടം തുടരുന്ന സ്വർണ്ണവില രാജ്യാന്തര വിപണി ശനിയാഴ്ച വാരാന്ത്യം ക്ലോസ് ചെയ്യുമ്പോൾ $3,080 പരിധിയിലാണ് എത്തി നിൽക്കുന്നത്. ഇന്ന് രാവിലെ സ്വർണ്ണവില നോക്കാം. ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് $3,084. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 ക്യാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 9,120 രൂപ, 1 പവൻ 72,960 രൂപ. 18 ക്യാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 6,840 രൂപ, 1 പവൻ 54,720 രൂപ. സംസ്ഥാനത്ത് നിന്ന് 916 സ്വർണ്ണവില 1 ഗ്രാം 8,360 രൂപ, 1 പവൻ 66,880 രൂപ. ഇന്ന് സംസ്ഥാനത്ത് വെള്ളിവില 1 ഗ്രാം 111 രൂപ, 1 കിലോ 1,11,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്